ആദ്യ സീരിയൽ അമ്മ അല്ലേ? അതെ സർ. ഇപ്പോഴത്തെ സീരിയൽ സാന്ത്വനം. അപ്പൊ അമ്മയിൽ എന്ത് വേഷമായിരുന്നു? അമ്മയില് ബീന ആന്റണി ആയിരുന്നു അമ്മ ക്യാരക്ടർ ചെയ്തോണ്ടിരുന്നത്. അവരുടെ 3 മക്കളില് ഒരു മകള്. അന്ന് നെഗറ്റീവ് ആയിരുന്നോ അതോ പോസിറ്റീവ് ആയിരുന്നു സർ? പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ സാന്ത്വനം എന്ന സീരിയലില് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്വഭാവം വീട്ടിലും വരുമോ സർ? ശരിക്കും പറഞ്ഞാല് ഞാനിപ്പോ ഒരു എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം കോമഡി ചെയ്തിട്ടുണ്ട്, ഇതേപോലെ പാവം സാധാരണ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വില്ലത്തരം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ക്യാരക്ടറിന്റെ രീതിയിലേ ഉള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൈരളിയിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളത് പറഞ്ഞാലെന്ന് പറഞ്ഞിട്ട്. അതിൽ ഇച്ചിരി പൊട്ടത്തരവും അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ശരിക്കും. അതാണ് ഞാൻ. ഞാൻ തിരുവനന്തപുരം. എവിടെയാണ്? എന്റെ നാട് പാലോട്, നന്ദിയോട് പച്ച എന്ന് പറയും. ഞാൻ ചോദിച്ച വേറൊന്നുമല്ല, ഈ പേരൂക്കട സൈഡിൽ വല്ലതും ആണോ എന്ന് ചോദിച്ചാൽ. ഇപ്പൊ അവിടെയാ സാർ? കറക്റ്റ്, എനിക്ക് തോന്നി. അതിന്റെ അടുത്തല്ലേ ഊളംപാറ? കറക്റ്റ്. ഞാൻ അവിടെ വന്ന് താമസിച്ചതായിരുന്നു, എളുപ്പമുണ്ടല്ലോ. അതെ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് ഷൂട്ടിന് പോകാലോ. ഞാൻ കേട്ടിട്ടുണ്ട് അപ്സര നന്നായിട്ട് പാടുന്നു. അയ്യോ സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മൾ ഇത് കൈരളി തന്നെ ആർപ്പ് എന്നൊരു ഷോ ചെയ്യുന്ന സമയത്ത് സാറിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ. എന്നും എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം ഞാൻ കൊണ്ടുവരും. ഞാനും മനീഷ് കൃഷ്ണ എന്നൊരു ആർട്ടിസ്റ്റും ആയിരുന്നു പേര്. അന്ന് ഞങ്ങള് മനീഷേട്ടൻ ഒരു പാട്ട് പാടിയിട്ട് പേരായിട്ട് പാടാനായിരുന്നു ആ റൗണ്ട്. ഞാൻ ഒട്ടും പാടാത്ത. മനീഷേട്ടൻ പാടിയത് ആകാശഗോപുരം, ആ പാട്ട് എന്തോ ആണ്. ചേട്ടൻ ഒറ്റയ്ക്കാ പാടിയത്. അപ്പൊ ഞാൻ അടുത്തൊന്നും ഭയങ്കര അഭിനയം. സാറ് എന്നോട് ചോദിച്ചു, അപ്സര എന്താ പാടാത്തെ? സാർ എനിക്ക് ഒട്ടും പാടാൻ അറിയില്ല. എങ്കിൽ അപ്സര ഇനി പാടിയിട്ട് ഞാൻ മനീഷിന്റെ മാർക്ക് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവസരം ഞാൻ സാറിന്റെ കാല് പിടിച്ചു. സാറില്ല, അപ്സര പാടിയിട്ടേ ഞാൻ മാർക്ക് പറയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അയ്യോ, അതിപ്പോഴും വേണം. ഞാൻ മാറിയിട്ടില്ല, പഴയ ഞാൻ തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരു 4 വരി പറയാൻ നേടാൻ പ്രേക്ഷകർക്ക് വേണ്ടി തന്നേ പറ്റൂ. സാർ ഒട്ടും കൊള്ളൂല, ഞാൻ ഒരു പ്രശ്നമില്ല. ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അത് ആസ്വദിച്ചു, കുഴപ്പമില്ല. ഞാനിപ്പോ ആദ്യം തന്നെ ഒരെണ്ണം ഇട്ട് തന്നില്ലേ? പറയണ്ടായിരുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പിറന്നു പണ്ടൊരു മുളം കൂട്ടിൽ. ആദ്യത്തെ 2 വരി പാടിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി, കൂടെ പാടി. പിന്നെ പുൽമേട്ടിലോ അതുകൊണ്ട് ഗദ്യമായി. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പിന്നെ വന്ന് ഇളമുളം വിട്ടിട്ട് പിന്നെന്തോ മുളം വെച്ച് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് സംഭവമായി. അത് കലക്കേട്ടാ, അങ്ങനെ ആർക്കും പാടാൻ പറ്റത്തില്ല. അതൊരു വലിയ കഴിവാണ് അല്ലേ? അത് ആദ്യം നമ്മള് പ്രേക്ഷകരെ ഞെട്ടിക്കുക. ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് 2 വരി കലക്കി പാടിയല്ലോ, ദേണ്ട കിടക്കുന്നു ബാക്കിയല്ലോ. പക്ഷെ അറ്റംപ്റ്റ് വാസ് നൈസ്. അത് മതിയെന്ന്. നമ്മള് അത്ര വലിയ എന്താണ് പാട്ടിലെ വലിയ വിദഗ്ധയൊന്നും അല്ലല്ലോ. ദാറ്റ്സ് ഓൾ. ശോഭന എന്നല്ലേ പേര്? അതെ സർ. KPSCയിലെ നാടക ആർട്ടിസ്റ്റ് ആയിരുന്നു. നാടക ആർട്ടിസ്റ്റ്. കായംകുളം അല്ലേ KPSC? അതെ സർ. അവിടെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ അമ്മ സ്റ്റോപ്പ് ചെയ്തു അഭിനയം. തോപ്പിൽ ഭാസി സാറാണ് അവിടുത്തെ ആയിരുന്നു സർ. ഏത് നാടകത്തിലൊക്കെയാണ്? അമ്മ ഒരുപാട് മൃച്ഛികടികം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, കൈയും തലയും പുറത്തിടരുത്, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മ അശ്വമേധം. ഒരുപാട്. അപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു പൂർണ്ണ കലാകാരിയാണ് അല്ലേ? നാടകം. അച്ഛന് വല്ല അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു. പാട്ടൊക്കെ പാടുമല്ലേ? ഇല്ല, അച്ഛന് കലാപരമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അമ്മ അഭിനയിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അച്ഛന്. അച്ഛൻ നമ്മളെപ്പോഴും ഗവൺമെന്റ് ജോബ് വേണം അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷെ അമ്മ കലാകാരിയാണ്. അപ്പൊ ആരുടെ സ്വഭാവമാണ്? അമ്മയുടെ. അമ്മയുടെയാണോ അതോ അച്ഛന്റെ ആണോ എന്ന് എനിക്കൊരു തോന്നല്ലേ. ഇത്തിരി പോലീസ് മുറ ഉണ്ടോ എന്ന് എനിക്കൊരു. അതെന്തായാലും ഹസ്ബൻഡ് അടുത്ത എപ്പിസോഡിൽ വരുമല്ലോ. അതൊന്നും ചോദിക്കരുത്. അപ്പൊ ഏത് മുറയാണെന്ന് പുള്ളിയെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും, സാർ ഇങ്ങോട്ട് നോക്ക്, അയ്യോ 4 മാസമേ ആയുള്ളൂ,
പക്ഷെ എങ്കിലും ഈ 4 മുഴ. 4 മുഴ. അപ്പം അമ്മ ഇപ്പൊ അവിടെ ഉണ്ട്? അമ്മ നാട്ടിൽ തന്നെ ഉണ്ട് സാർ. നാട്ടിലുണ്ട്. പിന്നെ ഈ കല്യാണം എങ്ങനെ സംഭവിച്ചു? കല്യാണം ഞങ്ങള് കൈരളിയിൽ ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അദ്ദേഹമായിരുന്നു അതിന്റെ റൈറ്ററും ഡയറക്ടറും. ഏത്? ഉള്ളത് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ. പുള്ളി എവിടെ നിന്നാണ്? ആള് തൃശ്ശൂരാണ് സാർ. തൃശ്ശൂരാണ്. ആള് തൃശ്ശൂര്, ഞാൻ തിരുവനന്തപുരം. നമ്മള് തിരുവനന്തപുരം. അങ്ങടെ. അപ്പൊ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് വീട്ടിൽ സംസാരിച്ചു. ശക്തമായി വീട്ടിൽ എതിർത്തു. രണ്ടുപേരും 2 റിലീജിയനാണ്. ആള് ക്രിസ്ത്യൻ, ഞാൻ ഹിന്ദു. ഫ്രാൻസിസ് അപ്സര. അപ്പോ പിന്നെ കുറച്ചു നാള് വെയിറ്റ് ചെയ്തു. വീട്ടുകാരെ 2 വീട്ടുകാരും വേണമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഈ 4 മാസം മുന്നേ കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ ഒരു ഇത് കണ്ടായിരുന്നു, എന്തോ ഒരു വീഡിയോ, എന്തോ കാറിനകത്തിരിക്കുന്നതോ എന്തോ അങ്ങനെ ഒരു ഇത് കണ്ടായിരുന്നു. അതിനകത്ത് ആരോ എന്താ എന്റെ കുട്ടിയല്ലാന്ന് പറയുന്നത് അങ്ങനെയൊക്കെ. അത് കൊറേ സ്ഥലത്ത് പറഞ്ഞ് എന്താ വെച്ചാല് എന്റെ സിസ്റ്ററിന് മോനുണ്ട്, ചേട്ടൻ, ഇവര് 3 ആൺകുട്ടികളാ. അല്ല, ഏറ്റവും മൂത്ത ഏട്ടന് 2 മക്കളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു കസിൻ ഉണ്ട്, അവർക്ക് 4 കുട്ടികളുണ്ട്. അപ്പൊ ഈ ഞങ്ങൾക്ക് 2 ആൾക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ എപ്പോ പുറത്ത് യാത്രകൾ പോയപ്പോഴൊക്കെ ഈ കുട്ടികളൊക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പൊ അന്നൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഞങ്ങൾ ഓൺലൈനിലൊക്കെ പോസ്റ്റ് ചെയ്യുമല്ലോ. ഈ കല്യാണ സമയമായപ്പോ കുറെ ഓൺലൈൻ മീഡിയാസ് ആ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ആൽബിക്ക് 5 കുട്ടികളുണ്ട്, അപ്സരയ്ക്ക് 3 കുട്ടികളുണ്ട്. എന്നിട്ട് ഈ മക്കളൊക്കെ നമ്മുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് താലി കെട്ടുമ്പോ വിവാഹവേദിയിൽ മക്കളെ ശ്രദ്ധിക്കാതെ അപ്സരയും ആൽബിയും കണ്ണീരോടെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായി. അപ്പൊ എന്തായാലും നമ്മൾ പൊട്ടിത്തെറിക്കും അല്ലേ? എന്നിട്ട് നമ്മൾ പറയും നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഓൺലൈൻ മീഡിയ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ അപ്പുറം ചെയ്യുന്ന പറയും. അത് സാർ, ഞങ്ങളുടെ കല്യാണത്തിന് ശരിക്കും ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടാന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പൊ ആൾക്ക് അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അത് ഭയങ്കര സീക്രട്ട് ആയിരിക്കണം. അപ്പൊ നമുക്ക് സേവ് ദ ഡേറ്റ് ചെയ്യണം, ഒന്നും എന്നെ വിളിക്കരുത്, ഇത് ഒരിടത്തും ഷെയർ ചെയ്യരുത്. അപ്പം എങ്ങനെയോ ആറ്റുകാലാണ് കല്യാണം ഒന്ന് 1-2 ഓൺലൈൻ മീഡിയ സാറിന്റെ ഞങ്ങൾ ഇന്റർവ്യൂസിന് വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ആള് ഭയങ്കര രഹസ്യമായിട്ട് ചോറ്റാനിക്കര അമ്പലത്തിലാക്കി. ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഇറങ്ങിയ ഞങ്ങൾ അവിടെ കല്യാണത്തിന് എത്തുമ്പോ ഒരു 10-25 യൂട്യൂബ് ചാനൽ ആൾക്കാരുണ്ട്. അവര് എങ്ങനെയൊക്കെയോ അറിഞ്ഞു. എനിക്കൊന്ന് അപ്സര എന്നെ വിളിച്ച് പറഞ്ഞു, എന്റെ കല്യാണമാണ് കേട്ടോ, രഹസ്യമാണ്, നിങ്ങൾ ആരുടെ ചോറ്റാനിക്കര വന്നേക്കാൻ. സത്യം പറഞ്ഞാൽ ഇത്ര വിവാദമായ ഒരു കല്യാണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും പറയും, നിങ്ങൾ മര്യാദയ്ക്കിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, അതീവ രഹസ്യമാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇത് ഇത്രയും പബ്ലിസിറ്റി ആയതെന്ന്.